Good afternoon, all. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon, ma'am. Good afternoon. വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊരു 1 minute സൈലന്റ് പ്രയർ ചെയ്യാം കേട്ടോ. 1 minute കേട്ടോ. എല്ലാവരും സൈലന്റ് ആയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഓക്കെ കേട്ടോ. സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? ആയിരുന്നില്ലേ? നമുക്ക് 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണ്? ഫ്രെയിമും ജോമെട്രിക്കലിന്റെ ചാർട്ടും. ഷേപ്സ് ചാർട്ട് കാണിക്കാൻ വേണ്ടിട്ട് അല്ലെ? ഫ്രെയിം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്തോട്ടെ. മിന്നു ആണോ പേര്? അതെ അതെ. പ്രസന്റ് ചെയ്തോടാം. ബാക്ക് ക്യാമറ ടോപ്പിലായിട്ടിട്ടാണ്. അത് എന്ത് ഫ്രെയിമാ? ഒരു മിനിറ്റ്. ഇത് വെൽക്രോന്റെ. ഓക്കേടാ, മനസ്സിലായി മനസ്സിലായി. ഫോണോട് വെക്കാൻ പറ്റാത്ത. കുഴപ്പമില്ല. ഇത് വെൽക്രോ. ഓക്കേടാ. ഇത് സിബ്. ഓക്കേടാ. ഇത് പ്രസ് ബട്ടൺ. ഓക്കേടാ. വുഡിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മള് ഇങ്ങനത്തെ. എങ്ങനെ കിട്ടി? വുഡ് എവിടെ കിട്ടിയാ നിനക്ക്? റീപ്പർ മേടിച്ചിട്ട് ഫ്രെയിം അടിച്ചു. റീപ്പർ ഇല്ലേ? റീപ്പർ നമ്മള് ജനലിനൊക്കെ നെറ്റ് അടിക്കാൻ ഉപയോഗിക്കില്ലേ? ആണോ? ഇത് ഹുക്ക്. ഇങ്ങനത്തെ ഹുക്കാണോ? ഹുക്ക്. ഓക്കേടാ, മനസ്സിലായി. ഹുക്ക് ഫ്രെയിം അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം ചെയ്തല്ലേ? 5 എണ്ണം. നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ ഇത് ഷേപ്സ് ഉണ്ട് അല്ലെ? സിലിണ്ടർ, ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ. ഒവോയിഡ് ആണോ? എലിപ്സോയിഡ്, കോൺ, ട്രയാങ്കുലർ പിരമിഡ്, ട്രയാങ്കുലർ പ്രിസം. ഓക്കെ. ബാക്കിയോ? റെക്ടാങ്കുലർ പിരമിഡ്, റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, ചെയ്തിട്ടില്ല? അത് ചെയ്തിട്ടില്ലേ? ഇത് ചെയ്തത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഓക്കേടാ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫ്രെയിമോ ചാർട്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാവേ. ഓക്കേടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ തിയറി ക്ലാസ് ആണ് എടുക്കുന്നത്. മരിയ മോണ്ടിസോറി
യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പേജ് നമ്പർ 81. അല്ലേ? അതിലെ ഹെയർ ഒബ്സർവേഷൻ വരെ അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആണോ? അതെ ഓക്കെ. അപ്പം ഹെയർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എടുക്കാൻ പോകുന്നത്. Dr. Maria Montessori formally announced that children must pose with him a predetermined pattern of psychic unfolding which is not obvious at birth. കുട്ടികളില് സൈക്കിക് ഡെവലപ്മെന്റ് ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളില് ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് അവർ വളരുന്നതിലൂടെ, അവർ വളരുന്ന എൻവയോൺമെന്റും അവർ വളരുന്ന സാഹചര്യത്തിലൂടെയുമാണ് കുട്ടികളിൽ ഈ മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ചിൽഡ്രൻ റെഫേഴ്സ് ടു ദം ആസ് സ്പിരിച്വൽ എംബ്രിയോ. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താണ് ഷീ റെഫേഴ്സ്ഡ് മോണ്ടിസോറി പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എംബ്രിയോ പോലെയാണ്. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു എംബ്രിയോ പോലെയാണ് ആദ്യം ജനിക്കുമ്പോൾ. മോണ്ടിസോറി വാസ് ഓഫ് വ്യൂ ദാറ്റ് ദ സൈക്കിക് ആണ് കേട്ടോ. അന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സൈക്കിക് നോക്കാൻ പറ്റുമോ? ഫിസിക്സ്. അതേപോലെ തന്നെ പാറ്റേൺ ഓഫ് സൈക്കിക് അൺഫോൾഡിങ് ആണ് കേട്ടോ. മുകളിലും അതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റും നിങ്ങക്ക്? 2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാർക്ക് ചെയ്തിട്ടേക്കാം. ഒന്നൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സ്പെല്ലിംഗ് ഒന്ന് പറയോ മാം? പറയാട്ടെ, 1 മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. ആദ്യം സ്പെല്ലിംഗ് പറയാം, എന്നിട്ട് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. PSYCHIC. ഓക്കെ, സൈക്കിക്. ഓക്കെ അല്ലേ? എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അത് വന്നത് കേട്ടോ. ഈ 2 സ്ഥലത്തും സൈക്കിക് നാക്ക് കേട്ടോ. She refers to them as spiritual embryo. Montessori എന്താണ് സ്പിരിച്വൽ എംബ്രിയോ ആയിട്ടാണ് കുട്ടികളുടെ മനസ്സിനെ കാണുന്നത്. അവർ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാല് അവരെ ഒരു എംബ്രിയോ പോലെ തന്നെയായിരിക്കും, ഭ്രൂണാവസ്ഥയിലായിരിക്കും. അതിന്റെ ഡെവലപ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് ഈ കുട്ടി നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് അവരിൽ ഓരോ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. Montessori was of the view that for psychic pattern to reveal itself, 2 conditions must be satisfied. ഈ കുട്ടികളിൽ ഈ സ്പിരിച്വൽ എംബ്രിയോയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ്. അവന്റെ ചുറ്റുപാട്, അവന്റെ യൂണിവേഴ്സിനെ അവന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ദ എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ കെയിം ടു ടേം വിത്ത് ദ ലിമിറ്റ് ഓഫ് ഹിസ് യൂണിവേഴ്സ്. അവന്റെ ചുറ്റുപാടും അവൻ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റണം. ആൻഡ് സെക്കൻഡ്, he need the freedom to disclose himself. അവന്റേതായ ഫ്രീഡം വേണം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിന് വേണ്ട ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇഫ് ദീസ് 2 കണ്ടീഷൻസ് ആർ ആബ്സെന്റ്, സപ്പോസ് നമ്മൾ കുട്ടീനെ എൻവയോൺമെന്റ് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവനെ പുറത്തേക്കൊന്നും വിടാണ്ട് വീട്ടിൽ തന്നെയാണ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു കുട്ടിക്ക് അവന്റെ ചുറ്റുപാടിനെ കുറിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവന്റെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുട്ടീനെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുട്ടീനെ വളർത്തുന്നതെന്ന് വിചാരിക്കുക. അതേപോലെ ഒരു കാര്യം അവന് സ്വയം ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കുമോ? പ്രോപ്പർ ആയിട്ട് ഡെവലപ്ഡ് ആവില്ലേ?
ഡെവലപ്പ് ആവില്ല. ആവില്ല. മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കൂല. കാരണം ഒരു കുട്ടിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ചുറ്റുപാടും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അവന് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളിലൂടെ മാത്രമാണ് ഒരു കുട്ടിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞല്ലേ, ഓരോ കാര്യങ്ങളും കുട്ടികൾ അങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ കൈക്ക് കിട്ടുമ്പോ തന്നെ അത് വായിലിടും അല്ലെ, അവരത് പിടിച്ചു നോക്കും, പിന്നെ അത് വായിൽ കൊണ്ടുപോകും. അവരത് എക്സ്പീരിയൻസ് ചെയ്യാണ്, ടച്ച് ചെയ്ത് നോക്കും, അത് വായിലിടും. എന്താണെന്ന് അറിയില്ല, അവര് ആ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്താണ് അവർ മനസ്സിലാക്കുന്നത്. അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിനുള്ള ഫ്രീഡം നമ്മൾ ഫസ്റ്റ് അലോ ചെയ്യണം. പിന്നെ നമ്മൾ അവരുടെ എൻവയോൺമെന്റ് മനസ്സിലാക്കാൻ, അവരുടെ യൂണിവേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. ഇഫ് ദീസ് ടു കണ്ടീഷൻ ആർ ആബ്സെന്റ്, ഈ രണ്ട് കണ്ടീഷനും നമ്മൾ കൊടുക്കുന്നില്ല, രണ്ട് കാര്യം പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ദ സൈക്കിക് ലൈഫ് ഓഫ് ദ ചൈൽഡ് വിൽ നോട്ട് റീച്ച് ഇറ്റ്സ് പൊട്ടൻഷ്യൽ. അപ്പൊ കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ് ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതിലേക്ക് എത്തില്ല. ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി റിട്ടൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, മന്ദഗതിയിലായിരിക്കും. പേഴ്സണാലിറ്റി ഫുള്ളി ഡെവലപ്ഡ് ആവില്ല. ബിലീവിംഗ് ദാറ്റ് ചിൽഡ്രൻ ഹാസ് ദ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് ഇന്റലക്ച്വൽ പവർ. കുട്ടികളിൽ അവരുടേതായ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജിയും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഓരോ കുട്ടിക്കും അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് പവർ ഉണ്ട്. ഓരോ IQ അല്ലെങ്കിൽ എന്താ പറയാ, അവർക്ക് ഓരോ കുട്ടികൾക്കും അതിൻ്റെതായ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മനസ്സിൽ അതെല്ലാം ഉണ്ട്. നമ്മൾ അതെല്ലാം എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത്. മോണ്ടിസോറി എംഫസൈസ്ഡ് ദ നീഡ് ടു യൂസ് ദിസ് എനർജി ടു ജനറേറ്റ് എ ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി. മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കൊരു ന്യൂ വേൾഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല പേഷ്യൻസും നല്ല റെസ്പെക്റ്റും, മ്യൂച്വൽ റെസ്പെക്റ്റും ഡിസിപ്ലിനും ഒബീഡിയൻസ് ഒക്കെ ഉള്ള നല്ല കുട്ടികളെ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അവന് ഫുൾ ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല, ഫുൾ സൈക്കിക് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റോ സംഭവിക്കുന്നില്ല. അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങുമ്പോൾ മുതലാണ് അവനിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോ അവന്റെ എൻവയോൺമെന്റിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും അതോരോന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവനിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അതേപോലെ ഓരോ കാര്യങ്ങൾക്കും ഫ്രീഡവും കാര്യങ്ങളും, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കണം. അല്ലാത്ത പക്ഷം കുട്ടികളുടെ പേഴ്സണാലിറ്റി എന്താവാനുള്ള ചാൻസ് ഉണ്ട്, റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ആ പാരഗ്രാഫ് രണ്ടെണ്ണം, ആ ഫസ്റ്റ് ചെറിയ പാരഗ്രാഫും ആ ഒരു വലിയ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? ക്ലിയർ ആണല്ലോ ടോപ്പിക്. ഇനി നമ്മള് മോണ്ടിസോറി ഈ ഒരു മെത്തേഡിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം മോണ്ടിസോറി ഫസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തത്, ആരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് പ്രിപ്പയർ ചെയ്തത്? കുറച്ച് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളും ആദ്യം യൂസ് ചെയ്തിരുന്നത്. അപ്പൊ പിന്നീടാണ് ആ കുട്ടികളിൽ ഒരുപാട് മാറ്റം കണ്ടപ്പോ എന്തുകൊണ്ട് ഇത് നോർമൽ കുട്ടികളിൽ യൂസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. മരിയ മോണ്ടിസോറി ഫസ്റ്റ് ഈ ഒരു മെത്തേഡ് മരിയ മോണ്ടിസോറിയുടെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു ബിൽഡിംഗ് സൊസൈറ്റിയും മരിയ മോണ്ടിസോറിനെ കോൺടാക്ട് ചെയ്തു. ഒരു ഡേ കെയർ സെന്റർ അവരുടെ അടുത്തുള്ള ഒരു സ്ലംസ് ഏരിയയില് സ്ലംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുറച്ച് ചെരി പ്രദേശത്ത് വളരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിനോട് അവർ റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി ഫസ്റ്റ് സ്കൂള് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്കൂളിന്റെ പേര് കാസാ ദി ബാബിനി എന്നാണ്. ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ് ആ ഒരു വേർഡിന് മീനിങ് വരുന്നത്. 1907 അവർ അങ്ങനൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ സെൽഫ് സ്റ്റഡി, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് കൂടുതലായിട്ട് മോണ്ടിസോറി എന്തുകൊണ്ടത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓരോ കാര്യങ്ങളും സ്വയമേ പഠിക്കാം. ഒരു എന്താ പറയാ സ്റ്റുഡന്റ് സെന്റർ ഒരു അപ്രോച്ച് ആയിരുന്നു. കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കായിരുന്നു. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യായിരുന്നു മോണ്ടിസോറി ചെയ്തത്. പിന്നെ അതേപോലെ മോണ്ടിസോറിയുടേതായ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നുമാണ് മരിയ മോണ്ടിസോറി ഒരു മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെടുത്തത്. അവിടെ നിന്ന് മനസ്സിലായ ഓരോ കാര്യങ്ങളിലൂടെയും മോണ്ടിസോറിയുടേതായിട്ടുള്ള ഓരോ ഡിസ്കവറീസിലേക്ക് വരികയും ആ ഡിസ്കവറീസ് ആണ് ഇന്ന് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ കാണുന്നത്. എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീലേഴ്സ്, മോണ്ടിസോറി മെത്തേഡിന് തന്നെ ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് ആണ് ആ ഓരോ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. മോണ്ടിസോറി ഈ മെത്തേഡ് ആ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ ആ കുട്ടികളിൽ വന്നിട്ടുള്ള മാറ്റവും കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെയാണ് മോണ്ടിസോറി എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഫൈൻഡിങ്സും കാര്യങ്ങളും വന്നു. പിന്നീടാണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് അതിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഞാൻ പറയാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂളിനെ കുറിച്ചിട്ടാണ് അല്ലെ. മോണ്ടിസോറി വാസ് റിക്വസ്റ്റഡ് ബൈ എ ബിൽഡിംഗ് സൊസൈറ്റി. ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനോട് റിക്വസ്റ്റ് വെച്ചു സൊസൈറ്റി ടു കോൺട്രാക്ട് എ ഡേ കെയർ സെന്റർ ഫോർ സ്ലംസ് ചിൽഡ്രൻ അറ്റ് ദ പ്ലേസ് കോൾഡ് സാൻ ലൊറൻസോ. ഇറ്റലിയില് സാൻ ലൊറൻസോ എന്ന് പറയുന്ന പ്ലേസിൽ അവിടുത്തെ സ്ലംസ് ഏരിയയിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിനോട് ഈ ഒരു ബിൽഡിംഗ് സൊസൈറ്റി എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഓൺ ദ ബേസ് ഓഫ് ഹെർ ഫൈൻഡിങ്സ് മോണ്ടിസോറി സ്റ്റാർട്ടഡ് ദ സ്കൂൾ നെയിം കാസാ ദി ബാബിനി, meaning the house of children in 1907. 1907 ഫസ്റ്റ് സ്കൂള് മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോന്നും. അപ്പൊ മരിയ മോണ്ടിസോറി ഏത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? സ്ലംസ് ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സാൻ ലൊറൻസോയിലാണ് ആ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. പേരെന്തായിരുന്നു? കാസാ ദി ബാബിനി എന്നാണ്. മീനിങ് എന്താണ്? ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ്. ഏത് വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 1907 ആണ്. അപ്പോ ഒരു 2 ലൈനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കവർ ചെയ്തല്ലേ അല്ലെ. മോണ്ടിസോറി ഫസ്റ്റ് സ്കൂൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് സ്കൂള് സാൻ ലൊറൻസോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്ലംസ് ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിലെ നെയിം എന്തായിരുന്നു? കാസാ ദി ബാബിനി എന്നാണ്.
കസാദിബാബിനിയുടെ മീനിങ് എന്താണ്? ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് ആണ്. ഏത് വർഷമാണ് ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? 1907 ആണ്. ഓക്കെ, ഇത്രയും ടോപ്പിക് ക്ലിയർ ആണോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രദ്ധിക്കാട്ടോ. Where she centered on teaching the students way to involve their own skill at a place they set. ഇവിടെ നമ്മൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്നതിലും കൂടുതലായിട്ട് അവരുടെ ഓൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് അത് വന്നത്. എ പ്രിൻസിപ്പൽ മോണ്ടിസോറി കോൾഡ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്. സ്വയം ആ ഒരു പഠനം, അവരുടെ എൻവയോൺമെന്റ്, ചുറ്റുപാടും ഓരോ കാര്യങ്ങളും സ്വയമേ കണ്ട് അറിഞ്ഞ് കുട്ടികൾ പഠിക്കുന്നു. അതിന്റെ മറ്റൊരു പേരും കൂടി നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? ഓട്ടോ എഡ്യൂക്കേഷൻ. നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റും ഓട്ടോ എഡ്യൂക്കേഷനും. മെയിൻ ആയിട്ട് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഓട്ടോ എഡ്യൂക്കേഷൻ. ഓരോ കാര്യങ്ങളും കുട്ടികൾ സ്വയമേ ആ കാര്യങ്ങൾ പഠിക്കുന്നു. This was the first school in the chain of school she started in Italy. ഇറ്റലിയിലെ തന്നെ ഒരു ഫസ്റ്റ് സ്കൂൾ ആണ് ഇത് കാസാദിബാബിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്ത മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്? ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. ഓരോ കാര്യങ്ങളും കുട്ടികൾ സ്വയമേ പഠിക്കുകയാണ് ചെയ്യുന്നത്. ത്രൂ എക്സ്പെരിമെന്റേഷൻ ഷി ഡിഫൈൻഡ് ഹർ മെത്തേഡ് വിച്ച് ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മെത്തേഡിന് കൊണ്ടുവരാനായിട്ട് പറ്റി. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അന്ന് 1907 ഈ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കേണ്ടത്? പഠിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്. അപ്പൊ അന്ന് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും ഫേസ് ചെയ്തോട്ടെ മരിയ മോണ്ടിസോറി. മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും പല ഏരിയയിൽ നിന്നും ആര് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു? മോണ്ടിസോറി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു മെത്തേഡ് ഈ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ഈ കുട്ടികൾ ഒരു എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ മെത്തേഡ്, ഈ ഒരു മോണ്ടിസോറി മെത്തേഡിനേക്കാളും കൂടുതൽ മോണ്ടിസോറിയുടെ ആ ഒരു ഐഡിയ ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്നിട്ട് ഒരു വേൾഡിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന്, ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ നിന്ന് പോലും ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പോയി മോണ്ടിസോറിനോട് നമ്മളുടെ നാട്ടിലും വന്നൊരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ത്രൂ ദ എക്സ്പെരിമെന്റേഷൻ ഷി ഡിഫൈൻഡ് her method which drew the attention of the whole world. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഈ മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഈ കുട്ടികളിൽ, സ്ലംസ് ഏരിയയിലെ കുട്ടികളിൽ നടത്തിയ ആ ഒരു എക്സ്പെരിമെന്റിലൂടെ വേൾഡിന്റെ തന്നെ ഒരു ശ്രദ്ധ എന്ത് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരാനായിട്ട് മോണ്ടിസോറിക്ക് പറ്റി. She was invited worldwide to demonstrate her method. ഈ ഒരു മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡിൽ നിന്ന് റിക്വസ്റ്റും കാര്യങ്ങളും വന്നു. In the end of this leads to establishment of many Montessori schools in different countries all around the world. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി സ്കൂളുകൾ ഡിഫറെന്റ് കൺട്രീസിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് ഇന്നും നമ്മളിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്, അല്ലെ? ഒരു മോണ്ടിസോറി മെത്തേഡ് കാരണം ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടികളിൽ നമ്മുടെ മോണ്ടിസോറി കാസാദിബാബിനിയില് ഉള്ള കുട്ടികളിൽ കാണാനായിട്ട് വന്നു. അത് വേൾഡിന് തന്നെ ഒരു ശ്രദ്ധ ആ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണമാകുകയും ചെയ്തു. ഓക്കെ, പിന്നീട് ഒരുപാട് സ്കൂളുകൾ ഈ ചെയിൻ ഓഫ് മോണ്ടിസോറി സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂളുകൾ വേൾഡ് വൈഡ് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ മരിയ മോണ്ടിസോറി ഒരുപാട് നമ്പർ ഓഫ് ബുക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസിലെ ലാസ്റ്റ് ഒരു 10 അസൈൻമെന്റ്സ് തന്നിട്ടുണ്ടോ? തന്നോ? ഒരു ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് 10 അസൈൻമെന്റ്സ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ, തന്നിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ബുക്കെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ. ദി സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷനോ, ചൈൽഡ് ട്രെയിനിങ്ങോ, ദ ചൈൽഡ് പീസ് ആൻഡ് എഡ്യൂക്കേഷനോ,
the reconstruction in education, the Montessori method, the advanced Montessori method, ഇതെല്ലാം മോണ്ടിസോറിയുടെ ഫേമസ് ആയിട്ടുള്ള പറഞ്ഞ മിന്നു എന്തോ അസൈൻമെന്റ് ഞാനേ കോളിംഗ് ബെല്ല് അടിച്ചപ്പോ തുറക്കാൻ പോയതാ അതില് ഹസ്ബൻഡ് വന്നിട്ട് കേട്ടില്ല. ഓക്കെ, ഇല്ലടാ അസൈൻമെന്റ് വല്ല ബുക്ക് ഏതെങ്കിലും ബുക്ക് റീഡ് ചെയ്തിട്ട് അതിനെ കുറിച്ച് ഒരു സമ്മപ്പ് എഴുതാനായിട്ട് ജസ്റ്റ് അസൈൻമെന്റ് വല്ല തന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ല, ഓക്കെ ഓക്കെ, സോറി കേട്ടോ. അങ്ങനെ ഒരു അസൈൻമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു ബുക്ക്, മോണ്ടിസോറിയുടെ ഏതെങ്കിലും ഒരു ബുക്ക് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് അസൈൻമെന്റ് അതിനെക്കുറിച്ച് ഒരു സമ്മപ്പ് എഴുതാനായിട്ട് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മളുടെ മെത്തേഡിനെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ബുക്സുകൾ റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആരെങ്കിലും റീഡ് ചെയ്യുന്നവരുണ്ടോ? ബുക്കൊക്കെ റീഡ് ചെയ്യുന്നവരുണ്ടോ? ചെയ്യും. ഓക്കെ, എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണോ റീഡ് ചെയ്യുന്നത്? നോവലൊക്കെ ബുക്ക് ഇപ്പോഴും വായിക്കാറുണ്ട്? ഓൺലൈൻ മാം. ഓൺലൈൻ, ഓക്കെ. ഓൺലൈനിൽ കിട്ടും, അവൈലബിൾ ആണ് ഈ പറഞ്ഞ ബുക്കുകളൊക്കെ. മോണ്ടിസോറി മെത്തേഡ്, അഡ്വാൻസ് മോണ്ടിസോറി മെത്തേഡ് ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷ് ഉണ്ട്, നമ്മുടെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് പ്രിഫറബിൾ ആ ലാംഗ്വേജ് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഡോക്ടർ മരിയ മോണ്ടിസോറി റോട്ട് എ നമ്പർ ഓഫ് ബുക്സ് ഓൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് ബുക്സുകൾ മോണ്ടിസോറി എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എഡ്യൂക്കേഷൻ ഓഫ് എ ന്യൂ വേൾഡ്, വൺ ഓഫ് ദ തമ്മാണ് നമ്മൾ ഈ പറയുന്നത്. ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ ന്യൂ വേൾഡ്, സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ് place and the education, reconstruction in education, the Montessori method, the advanced Montessori method, etc. are some of her works. ഇതൊക്കെയാണ് മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. അല്ലെങ്കിൽ കൂടുതൽ ബുക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ നോക്കാം, മാക്സിമം ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ, ഒരു ബുക്കെങ്കിലും വായിക്കണം. ഇതിലെ മോണ്ടിസോറി മെത്തേഡ് ആണ് ഫസ്റ്റ് ബുക്ക്. മോണ്ടിസോറി റിട്ടേൺ ചെയ്ത ഏറ്റവും ഫസ്റ്റ് ബുക്കാണ് ഇത്, മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത് കേട്ടോ. അതൊന്ന് ഫസ്റ്റ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇത് മോണ്ടിസോറി മെത്തേഡ് ആണ് മോണ്ടിസോറിയുടെ ഫസ്റ്റ് ബുക്ക്. ഓക്കെ, ആദ്യമായിട്ട് എഴുതിയ ബുക്കാണ് അത്. നോട്ട് ചെയ്തോ? ഫസ്റ്റ് ബുക്ക് റിട്ടേൺ ബൈ മോണ്ടിസോറി ആണ് മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത്. ഇനി മോണ്ടിസോറി ഈ കുട്ടികളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ലംസ് ഏരിയയിലെ കുട്ടികളിലാണ് ആദ്യം ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറി ഈ ഒരു മെത്തേഡിലൂടെ, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഈ കുട്ടികളെ ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കവറീസ് ആണ് മോണ്ടിസോറിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. ഈ മോണ്ടിസോറി മെത്തേഡിനേക്കാളും കൂടുതൽ ഫേമസ് ആക്കിയത് ഈ ഓരോ ഡിസ്കവറീസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ഡിസ്കവറീസ് ആണ് നമ്മൾ. ഓക്കെ, അതുവരെ മുകളിൽ നിന്ന് ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ ഈ പറഞ്ഞ മരിയ മോണ്ടിസോറി മുതൽ ലാസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ നിർത്തിയ ബുക്സ് വരെ ഒന്ന് വായിച്ച് റീഡ് ചെയ്ത്.
വായിച്ചിട്ട് പറയണോട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. റീഡ് ചെയ്തോ? നമുക്ക് ഡിസ്കവറിയിലേക്ക് പോവാം കേട്ടോ. ഡിസ്കവറി സെറ്റ് കാസാദി ബാർട്ടനെ. കാസാദി ബാർട്ടനിൽ വെച്ചിട്ട് മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിസ്കവറീസ് കണ്ടെത്തി. കുട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ മോണ്ടിസോറി ഒരുപാട് ഡിസ്കവറീസ് മനസ്സിലാക്കാൻ പറ്റിയത്. മോണ്ടിസോറി ഡിസ്കവേർഡ് എ വേൾഡ് വിത്തിൻ എ ചൈൽഡ്. ഫസ്റ്റ് ഡിസ്കവറി ആണ്. ഒരു കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഒരു ലോകം തന്നെ ഉണ്ട്, അവന്റേതായ ഒരു വേൾഡ് തന്നെ എന്തുണ്ട് ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ട്. ഇറ്റ് ഈസ് ദ റിയലി ദിസ് ഡിസ്കവറി വിച്ച് മെയ്ഡ് ഹർ ഫേമസ്. ഇതാണ് മോണ്ടിസോറിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. നോട്ട് ഹർ മെത്തേഡ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിനേക്കാളും കൂടുതൽ ഫേമസ് ആക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഉള്ളില് ഒരു വേൾഡ് തന്നെ ഉണ്ട് എന്നുള്ളൊരു ഡിസ്കവറി ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഡിസ്കവറീസ് ആണ്. മോണ്ടിസോറി ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നേരം മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ചുറ്റും ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് വർക്കാണല്ലോ നമ്മൾ ഓരോ മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ, പുറത്ത് നടക്കുന്ന ഡിസ്റ്റർബൻസ് ഒന്നും അവന്റെ മനസ്സിനെ അഫക്ട് ചെയ്യാതെ അവൻ ഒരുപാട് നേരം ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഒരു 3 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻസ് ആർ യങ് ആസ് 3 years of age were able to concentrate. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടാണ്, ഒരു സർപ്രൈസ് വിസിറ്റിന്റെ ഭാഗമായിട്ട് ആണ് മോണ്ടിസോറി എന്ത് ചെയ്തത്? ഈ ഒരു ഡിസ്കവറി കണ്ടത്. ഒരു കുട്ടി നോബിൾഡ് സിലിണ്ടേഴ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യായിരുന്നു. കുട്ടി എന്ത് ചെയ്യാണ്? നോബിൾഡ് സിലിണ്ടേഴ്സ് കാണിച്ചോ മിസ്? അശ്വതി മിസ് കാണിച്ചു തന്നോ നോബിൾഡ് സിലിണ്ടേഴ്സ്? കാണിച്ചു തന്നോ? എടാ, മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നോബിൾഡ് സിലിണ്ടേഴ്സ് കാണിച്ചു തന്നോ? ഇല്ല. നോക്കാട്ടാ, നോബിൾഡ് സിലിണ്ടേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഇമേജ് ആണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടാ. ഓക്കെ, കണ്ടോ? ഇതാണ് നോബിൾഡ് സിലിണ്ടേഴ്സ്. കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. ഈ നോബിൾഡ് സിലിണ്ടേഴ്സിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. മെയിൻ ആയിട്ട് നോബിൾഡ് സിലിണ്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്താ പറഞ്ഞത്? നമുക്ക് സൈസും വിഡ്ത്തും കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളത് നോബ് തന്നെ കണ്ടോ? അപ്പൊ നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ്, നമ്മൾ പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ
യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ഒരു കുട്ടി വർക്ക് ചെയ്യാൻ കേട്ടോ, വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് തെറ്റിയിട്ടുണ്ട്, മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്, അവൻ വീണ്ടും വീണ്ടും ഈ മെറ്റീരിയൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന ഒരു കാര്യം അവനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവൻ ഈ വർക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കാരണം ഏത് മെറ്റീരിയലാണ് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് നോബിൾ സിലിണ്ടർ ആണ് മാറിയെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവൻ വീണ്ടും 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 റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ പുറത്ത് അവന്റെ മനസ്സിന് അവൻ ആ ഒരു ടൈമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. കാരണം ഒരു കുട്ടി അങ്ങനെ റെയർ ആണ് നമ്മൾ ഇത്രയും നേരം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ റെയർ ആയിട്ട് കാണുന്ന ഒരു ആക്ടിവിറ്റി ആണ്. അതേ വർക്ക് അവൻ ചെയ്ത് തീർക്കുന്നത് വരെ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ മോണ്ടിസോറി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളോട് പറഞ്ഞു അവന് ചുറ്റും ഒന്ന് പോയിട്ട് ഒന്ന് ഒരു സോങ് പാടിയിട്ട് അവനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് മറ്റു കുട്ടികളോട് പറഞ്ഞു. അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്തു, ഇതിന് ചുറ്റും പോയിട്ട് പാട്ടൊക്കെ പാടി. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തില്ല, ഒരു അനക്കുണ്ടായിരുന്നില്ല. അവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അതിൽ തന്നെ അവൻ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു, വീണ്ടും അത് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി അവൻ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമാണ് അവന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അഫക്ട് ചെയ്യാതെ അവന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. മോണ്ടിസോറി എന്ത് ചെയ്തു, കുട്ടിയുടെ അടുത്ത് ചെന്ന് ഇരുന്നു. എന്നിട്ട് മോണ്ടിസോറി മെറ്റീരിയൽസ് എടുത്ത് മോണ്ടിസോറിയുടെ ആം ചെയറിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഒന്ന് സ്റ്റക്ക് ആയി കുട്ടി. ഒന്ന് ആ മെറ്റീരിയൽ തന്നെ, ആ ഒരു സിലിണ്ടറിൽ തന്നെ പിടിച്ചിട്ട് അവൻ അത് പ്ലേസ് ആയി കഴിഞ്ഞപ്പോ വീണ്ടും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. വീണ്ടും ആ വർക്കിൽ തന്നെ അവൻ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. മോണ്ടിസോറി കൗണ്ട് ചെയ്തു. മോണ്ടിസോറിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോ എത്ര വട്ടം ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കി. 42 ടൈംസ് ആണ് അവൻ ആ മെറ്റീരിയൽ റിപ്പീറ്റ്ലി ചെയ്തത്. 42ാമത്തെ പ്രാവശ്യം അവനത് ചെയ്തപ്പോഴാണ് അവനത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ മുഖത്ത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഒരു പ്രത്യേക ജോയ്, ഒരു ഹാപ്പിനെസ് കാണാൻ പറ്റി. അതേപോലെ തന്നെ പിന്നെ അവനത് റെസ്റ്റ് ചെയ്തു. അവൻ പിന്നീട് റെസ്റ്റ് ചെയ്തു. കാരണം അവൻ അത്രയും നേരം, ഇന്നത്തെ കുട്ടികൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്, അവർക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. കേട്ടിട്ടുണ്ടോ അത്? അവരോട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്. മൊബൈല് കൂടുതൽ യൂസ് ചെയ്യണോണ്ടല്ലേ? പ്രത്യേകിച്ച് ഇന്ന് കുട്ടികൾക്ക് വരാനുള്ള മെയിൻ വില്ല എന്ന് പറയുന്നത് മൊബൈലാണ്. ഈ മൊബൈൽ മാറ്റിയിട്ട് നമുക്ക് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വരികയും ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. മനസ്സിലായോ? അവർക്ക് ആ എബിലിറ്റി, കോൺസെൻട്രേഷന്റെ എബിലിറ്റിയും കാര്യങ്ങളും ഇംപ്രൂവ് ആവും. നമുക്ക് നോക്കാം. ഇതാണ് നോബിൾ സിലിണ്ടേഴ്സ്. നമുക്ക് 4 സെറ്റ് ആണ്. ഡിഫറെന്റ് ഇൻ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്ത് കുറഞ്ഞു വരാണ്. സെക്കൻഡ് വരുന്നത് ഹൈറ്റ് കൂടുതലാണ്, വിഡ്ത്ത് കൂടി വരുന്നതാണ്. ഹൈറ്റ് കുറയുന്നു, വിഡ്ത്ത് കൂടി വരുന്നു. തേർഡ് വൺ ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരാണ്. ഫോർത്ത് വൺ വിഡ്ത്ത് എല്ലാത്തിലും സെയിം ആണ്, ഹൈറ്റ് ആണ് കുറഞ്ഞു വരുന്നത്. അങ്ങനെ 4 സെറ്റ് ഉണ്ട്. ഇതായിരുന്നു ആ കുട്ടി റിപ്പീറ്റ്ലി ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ്. മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ, നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത്. ഈ നോബിൾ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് മനസ്സിലാവും, ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, ഈ നോബിൾ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, Maria Montessori found that children as young as 3 years of age were able to concentrate. 3 വയസ്സ് മുതൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. She had found and was surprised to watch a children of about 3 working with noble cylinders. Noble cylinders യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കണ്ടു. ഷോയിങ് എക്സ്ട്രാ-ഓർഡിനറി ഇൻട്രസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ. ആ കുട്ടിയില് എക്സ്ട്രാ-ഓർഡിനറി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. The child concentration was there, that he seemed to have
ഐസൊലേറ്റ് ഹെർ മെന്റലി ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അവന് ചുറ്റുപാടിൽ നിന്നും അവന് ഐസൊലേറ്റ് ചെയ്ത് അവന് ആ ഒരു കാര്യത്തിലേക്ക് അവൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. ടു ടെസ്റ്റ് ദ സിവിയറിറ്റി ഓഫ് ദ കോൺസെൻട്രേഷൻ, ആസ്ക് ദ ടീച്ചേഴ്സ് ടു മേക്ക് അതർ ചിൽഡ്രൻ ടു സിംഗ് അറൌണ്ട് ദ ചൈൽഡ് ഓൾ എലൗഡ് അറൌണ്ട് ദ ചൈൽഡ്. എന്ന് വെച്ചാൽ നല്ല ഉറക്കിയ പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് ചുറ്റും റൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികളോട് പറഞ്ഞു. ബട്ട് ദ ചൈൽഡ് ഡിഡ് നോട്ട് ഈവൻ സീംസ് കോൺഷ്യസ് ഓഫ് ദിസ് ഡിസ്റ്റർബൻസ്. ഈ ഒരു ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ട് കുട്ടി ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല. അവൻ എന്താണോ വർക്ക് ചെയ്തിരുന്നത് ആ വർക്ക് തന്നെ അവൻ റിപ്പീറ്റ്ലി ചെയ്തു. ഷീ കണ്ടിന്യൂഡ് ജസ്റ്റ് ബിഫോർ mysteriously repeating the same exercise. അവൻ എന്ത് ചെയ്തു, ഈ ഡിസ്റ്റർബൻസ് ഒന്നും അവനെ ഏൽക്കാത്ത രീതിയിൽ അവൻ വീണ്ടും അവൻ എന്ത് ചെയ്തു, അതേ വർക്ക് തന്നെ റിപ്പീറ്റ്ലി ചെയ്യാണ് ചെയ്തത്. Then Montessori slowly pick up an armchair on which the child was sitting with the child in it and placed her on the table. Armchair pick ചെയ്തിട്ട് അതിലേക്ക് മെറ്റീരിയൽ എടുത്ത് റീപ്ലേസ് ചെയ്തു. The child who had stuck on her previous cylinder during this interruption, but once went on her task as if nothing had happened. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് പോലും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു പ്രീവിയസ് സിലിണ്ടർ ആ ഒരു ഇന്റർപ്രഷന്റെ സമയത്ത് ഒന്ന് പെട്ടെന്ന് സ്റ്റക്ക് ആയെങ്കിലും പിന്നീടും അവൻ എന്ത് ചെയ്തു, ആ ഒരു വർക്ക് പിന്നീടും അവനത് റിപ്പീറ്റ്ലി ചെയ്യാനായിട്ട് തുടങ്ങി. വിത്ത് ഹെർ സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിംഗ്. മോണ്ടിസോറിക്ക് ഇങ്ങനെ ഒരു സയന്റിഫിക് ഹാബിറ്റ് ഉണ്ട്, കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, അവരിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാന്നൊക്കെ ഉള്ള ആ ഒരു ഹാബിറ്റിന്റെ ഒരു ഇതില് മരിയ മോണ്ടിസോറി ഒബ്സർവ്ഡ് ആൻഡ് കൗണ്ടഡ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ചൈൽഡ് റിപ്പീറ്റ് ദ എക്സസൈസ്. മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു എത്ര പ്രാവശ്യം ഈ കുട്ടി ഈ റിപ്പീറ്റ്ലി ഈ ഒരു എക്സസൈസ് വീണ്ടും വീണ്ടും ചെയ്തു എന്നുള്ളത് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, കൗണ്ട് ചെയ്തു. ഇറ്റ് വാസ് 42 ടൈംസ്. എത്ര പ്രാവശ്യമാണ്, 42 പ്രാവശ്യമാണ് ആ കുട്ടി ആ ഒരു വർക്ക് റിപ്പീറ്റ്ലി ചെയ്തത്. And yet the child looked pleased and rest after the child did the exercise. അതിനുശേഷം അവൻ എന്ത് ചെയ്തു, ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ എക്സസൈസ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവൻ ഭയങ്കര സന്തോഷമായി. പിന്നീട് അവൻ എന്ത് ചെയ്തു, റെസ്റ്റ് എടുത്തു. എന്ന് വെച്ചാല് അവൻ പിന്നീടാണ് ടേക്ക് റെസ്റ്റ്. ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെയും ആ ഒരു വർക്കിൽ തന്നെ അവന്റെ ഫുൾ കോൺസെൻട്രേഷൻ 100% കോൺസെൻട്രേഷൻ അവൻ അതിൽ കൊടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തത്. The automatic work of children was later to become one of the fundamental principle of her method. Automatic work അല്ലെങ്കിൽ മെന്റൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് പിന്നീട് മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് മാറാണ് ചെയ്തത്. ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മോണ്ടിസോറി ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യാണ് ചെയ്തത്. നമ്മളുടെ കുട്ടികൾക്കും ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണ് എന്ത്, അവർക്ക് പെട്ടെന്ന് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുന്ന കാര്യത്തിലായാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ മൈൻഡിനെ ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മരിയ മോണ്ടിസോറി ലൈഫിൽ സംഭവിച്ചൊരു ഡിസ്കവറി ആണ് ഇത് മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മിസ്സേ ഇന്ന് ബട്ടൺ ഫ്രെയിം ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ, ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. കാണിച്ചോടാ. കാണിച്ചോട്ടെ സുബിത. വുഡിലാണോ ചെയ്തേ? എങ്ങനെ ചെയ്തേ? കാർഡ്ബോർഡിലോ? സിബാണോ? മ്യൂട്ടാടാ? മിസ്സേ പറഞ്ഞോടാ. എടുത്തിട്ടേ അത് തയ്ച്ചു.
4 സൈഡും തയ്ച്ചിട്ട് അതിന്റെ ഉള്ളിലൊരു കാർഡ്ബോർഡ് നല്ല കനമുള്ളത് വെച്ചു. എന്നിട്ട് സിബ് പിടിപ്പിച്ചിട്ട് അത് തുന്നി. ആ. ഇത് ഇത് ഓപ്പൺ ചെയ്താണ് ഒരു മിനിറ്റ്. പറ്റുന്നുണ്ടാവില്ല അല്ലെ? ഓപ്പൺ ചെയ്തു. ഓക്കെ, സെറ്റ് നന്നായിട്ട്. വേറെ ഫ്രെയിം ചെയ്തോ? ചെയ്തിട്ടുണ്ട്. ഹുക്കിന്റെയാണ് പിന്നെ ചെയ്തേക്കണേ. ഹുക്കിന്റെ ഇതേപോലെ തന്നെ കാർഡ്ബോർഡ് തന്നെ സെറ്റ് ചെയ്തല്ലേ? ഹുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷൂ ലേസ് ചെയ്തേക്കണത്. ഓക്കെ. പിന്നെ ബട്ടൺ ഫ്രെയിം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രസ് ബട്ടൺ. ഓക്കെ, പ്രസ് ബട്ടൺ തയ്ക്കോ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ബാക്കിയുള്ളവരൊക്കെ ചെയ്തോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് പ്രസ് ചെയ്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മിസ്സിന്റെ അടുത്ത് എല്ലാം കൂടി ഞാൻ അടുത്ത തിങ്കളാഴ്ച കാണിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ. പിന്നെ മിസ് പറഞ്ഞത് ഒരു ഫ്രെയിം മതി എന്നല്ലേ പറഞ്ഞേ? മതി. അത് അവരുടെ കംഫർട്ട് അനുസരിച്ച്. കാർഡ്ബോർഡ് അല്ലേ? കാർഡ്ബോർഡ് ആവുമ്പോ നമുക്ക് എത്രയായാലും കുഴപ്പമില്ലല്ലോ, എത്ര വേണമെങ്കിലും ചെയ്യാം. അല്ല, അങ്ങനെ ഞാൻ ഒരെണ്ണമാണ് ചെയ്തിട്ടുള്ളൂ, ഒരു ഫ്രെയിം കിട്ടിയിട്ടുള്ളൂ എനിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അലൂമിനിയം ആണ്. ഒരു ഫ്രെയിം മതി, അത് മാറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ശരി. ഞാൻ നെക്സ്റ്റ് മൺഡേ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് മൺഡേ കാണിച്ചാൽ. അപ്പൊ അതൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. മെന്റൽ കോൺസെൻട്രേഷൻ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. റീഡ് ചെയ്ത് നോക്കിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോർഷൻ. ഇപ്പോ
കുട്ടികളുടെ എണ്ണം കുറവാണ്. മാക്സിമം എല്ലാവരും ലൈവ് ക്ലാസ്സിൽ തന്നെ കയറാൻ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിന് മുടങ്ങാതിരിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you. താങ്ക് യു മാം.